വെൽക്കം സ്റ്റുഡൻസ്. ഇതുവരെ നമ്മൾ കണ്ടത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഇങ്ങനത്തെ പല ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ചേർന്നിട്ടാണ് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഇറ്റ് ഈസ് എ വെരി ഹൈ ഗെയിൻ ആംപ്ലിഫയർ ഹാവിംഗ് വെരി ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. The basic circuit is made using a differential amplifier having two inputs. One is plus and the other is minus. Here the figure shows the basic op-amp unit. The plus input produces an output that is in phase with the signal applied, whereas an input to the minus port results an opposite polarity output. AC equivalent circuit of op-amp ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ ഡിഫറൻഷ്യൽ ഇൻപുട്ട് ആണ് വി ഡി എന്ന് കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻപുട്ട് ഇംപെഡൻസ് ആർ ഐ എന്ന് മാർക്ക് ചെയ്തു. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ലോ ആണ് നമുക്ക് വേണ്ടത്, അത് സീരീസ് ആയി കണക്ട് ചെയ്തു. ഹൈ ഗെയിൻ എ ഡി എന്നതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈക്വലൻറ്റ് സർക്യൂട്ടിൽ. ഇതിപ്പോൾ ഐഡിയൽ സർക്യൂട്ട് ആണെങ്കിൽ എങ്ങനെയാണ് ഈ ഈക്വലൻറ്റ് സർക്യൂട്ടിനെ മാറ്റി വരയ്ക്കാൻ നോക്കാം. ഇവിടെ ഐഡിയൽ സർക്യൂട്ടിൽ നിങ്ങൾക്ക് കാണാം ഇൻപുട്ട് ഇംപെഡൻസ് വെരി ഹൈ എന്ന് പറയുന്നത് ഐഡിയലി ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ആർ എ ഇൻഫിനിറ്റി ആകുമ്പോഴെന്താണ്, അതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. സോ വി ഡി ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് റീപ്ലേസ് ചെയ്തു ഇൻസ്റ്റെഡ് ഓഫ് ആർ ഐ. ആർ ഒ എന്ന് പറയുന്നത് ആർ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഐഡിയൽ കേസിൽ 0 ആണ്. സോ അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ലൈനും വരച്ചു. ഗെയിന് ഹൈ ഗെയിൻ അത് മാർക്ക് ചെയ്തു. അതാണ് ഐഡിയൽ ഈക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് ആൻ op-amp. So an op-amp is a high gain amplifier with a high input impedance and low output impedance. It has two inputs and one or two outputs. അപ്പോൾ ഒരു op-ampൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു ബേസിക് സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് V1 എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൊടുത്തു ത്രൂ എ റെസിസ്റ്റൻസ് R1. ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു റെസിസ്റ്റൻസ് വഴി ഇൻപുട്ടിലേക്ക് ഫീഡ് ചെയ്തിട്ടുമുണ്ട്. Since the signal V1 is applied to inverting terminal, the resulting output is opposite and in phase to the input signal. ഇനി അതിൻ്റെ ഒരു ഈക്വലൻറ്റ് സർക്യൂട്ടുമായിട്ട് മാറ്റി വരച്ച് നോക്കാം. ആർ ഐ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇവിടെ ഇൻഫിനിറ്റി ആണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് op-ampൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്, ഇൻറ്റേർണൽ കണക്ഷൻ ആണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഐഡിയലി 0 ആണ്. ടു ഫൈൻഡ് വി ഐ in terms of the components due to each of sources, the superposition theorem is used. നമ്മൾ op-amp ഐഡിയൽ ആയിട്ടുള്ള കേസാണ് ഈക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആർ ഐയെ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അതുപോലെ ആർ ഔട്ട് 0 റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടാണ്. അപ്പോൾ അത് സർക്യൂട്ട് മാറ്റി വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ ഞാൻ ഈക്വലൻറ്റ് സർക്യൂട്ട് ഒന്ന് റീഡ്രോ ചെയ്തു. അപ്പോൾ ഈ ഫൈനൽ സർക്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു V1 സോഴ്സ് കാണാം. അതുപോലെ തന്നെ വി ഔട്ട് എന്ന് പറയുന്നത്, വി ഔട്ട് മെഷർ ചെയ്യുന്നത് ഗെയിൻ ടൈംസ് വി ഐ ആണ്. അതായത് ഇവിടെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് സിഗ്നൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് മൈനസ് എ ബി ഇൻറ്റു വി ഐ എന്ന് ഞാൻ വി ഔട്ടിന് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് വി ഐ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വി ഐ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. വി ഐ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ V1 ഷോർട്ട് ചെയ്തിട്ട് വി ഔട്ടിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ മൈനസ് എ വി വി ഐയുടെ എഫക്റ്റ് കാണുക, അല്ലെങ്കിൽ വി ഔട്ട് ഷോർട്ട് ചെയ്തിട്ട് V1ൻ്റെ എഫക്റ്റ് കാണുക, എന്നിട്ട് ഇത് സം ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ V1ൻ്റെ എഫക്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എങ്കിൽ, V1ൻ്റെ എഫക്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എങ്കിൽ, അതായത് വി ഔട്ട് ഗ്രൗണ്ടഡ് ടു 0, വി ഔട്ട് ഗ്രൗണ്ടഡ് ടു 0 ചെയ്യുന്ന സമയത്ത് എന്താണ് ഇൻ എഫക്റ്റ് ആർ എഫ് ആണ് 0 ആയിട്ട് ഗ്രൗണ്ട് ചെയ്യാം. അപ്പോൾ ആർ എഫ് 0 ആയിട്ട് ഗ്രൗണ്ട് ചെയ്യണം. വി ഐ നമുക്ക് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ആർ എഫിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആർ എഫിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ഐ ഈക്വൽ ടു, ടോട്ടൽ സർക്യൂട്ടിൻ്റെ കറണ്ട് ഐ ഈക്വൽ ടു V1 ബൈ R1 പ്ലസ് ആർ എഫ് ആണ്. അപ്പോൾ ആർ എഫിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു കറണ്ട് ഇൻറ്റു ആർ എഫ്, ദാറ്റ് ഈസ് VI1 ഈക്വൽ ടു ആർ എഫ് ബൈ R1 പ്ലസ് ആർ എഫ് ഇൻറ്റു V1. ഇനി V1 0 ആയിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ കാണുന്നത്
വി ഐ എന്ന് പറയുന്നത് R1ന് അക്രോസ് ആണ്. V1 ഗ്രൗണ്ടഡ് ടു 0 എന്ന് പറയുമ്പോൾ R1 ആണ് ഗ്രൗണ്ട് ചെയ്യുക. ഇവിടെ പൊട്ടൻഷ്യൽ R1 അക്രോസ് ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് വി ഐ നമ്മൾ രണ്ടിൻ്റെയും എഫക്റ്റ് V1ൻ്റെയും -AV/VIയുടെയും എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, അതായത് വി ഐ എന്ന് പറയുന്നത് രണ്ട് സോഴ്സിന്റെയും സമ്മിന് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് RF/R1 + RF V1 + R1/R1 + RF ഇൻറ്റു -AV ഇൻറ്റു VI. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്നും വി ഐയെ നമുക്ക് സോൾവ് ചെയ്ത് എടുത്തെഴുതാവുന്നതാണ്. സോ വി ഐ ഈക്വൽ ടു റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ RF/RF + 1 + AV ഇൻറ്റു R1 ഇൻറ്റു V1. ഇതിൽ AV എന്ന് പറയുന്നത് നമ്മൾ ഐഡിയൽ കേസ് നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിച്ചത്? ഇൻപുട്ട് റെസിസ്റ്റൻസും ഐഡിയൽ ഉപയോഗിച്ചു, അതുപോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഐഡിയൽ ഉപയോഗിച്ചു. ഗെയിനും എന്താണ്? ഗെയിന് ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഗെയിന് 2 > 1 ആണ് എങ്കിൽ 1 + AV എന്താണ്? അതും വളരെ ഹൈ ആയിരിക്കും. 1 + AV എന്ന് പറയുന്നതിൽ 1 നെഗ്ലിജിബിളി സ്മോൾ ആണ്. സോ RF + AV ഇൻറ്റു R1 എന്ന് കൊടുക്കാം. AV ഇൻറ്റു R1 എന്ന് പറയുന്നത് RFനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? AV ഇൻറ്റു R1 ആണ് വളരെ ഹൈ. അപ്പൊ RF നമുക്ക് നെഗ്ലക്ട് ആയി പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈനലി നമുക്ക് എന്തൊക്കെ ടേംസ് ബാക്കി? VI ഈക്വൽ ടു RF/AV ഇൻറ്റു R1 ഇൻറ്റു V1. അപ്പോൾ നമുക്ക് VI കിട്ടി, V1 കിട്ടി. V ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? -AV ഇൻറ്റു VI ആണ്. ഇതിനെ VI കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ AV ഇൻറ്റു VI/VI എന്ന് എഴുതാം. ന്യൂമറേറ്ററിലുള്ള VIക്ക് ഞാൻ RF/AV R1 ഇൻറ്റു V1 എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ രണ്ട് AVയുടെ ടേം വന്നു, അത് രണ്ട് ക്യാൻസൽ ആയി പോയി. റിമൈനിങ് ടേം V out/VI ഈക്വൽ ടു -RF/R1 ഇൻറ്റു V1/VI. അപ്പൊ ഇതില് വീണ്ടും കോമൺ ടേംസ് വന്നു, VIയുടെ ടേംസ് കോമൺ ആയിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ V out/V1 ഈക്വൽ ടു -RF/R1 എന്ന് കിട്ടുന്നു. ഈ റിസൾട്ട് കാണിക്കുന്നത് ദ റേഷ്യോ ഓഫ് ഓവറോൾ ഔട്ട്പുട്ട് ടു ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺലി ഓൺ ദ വാല്യൂസ് ഓഫ് റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R4 provided that AV is very high. ഇനി RFഉം R1ഉം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഗെയിനെ എങ്ങനെ എഴുതാം? നമുക്ക് -RF/R1 എന്നാണ് ഗെയിൻ്റെ ഇക്വേഷൻ. അപ്പോൾ രണ്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഗെയിൻ ഈക്വൽ ടു -1 എന്നാണ് കിട്ടുക. ദാറ്റ് മീൻസ് ദ സർക്യൂട്ട് പ്രൊവൈഡ്സ് എ യൂണിറ്റി വോൾട്ടേജ് ഗെയിൻ വിത്ത് 180° phase inversion. If RF is exactly R1, the voltage gain is exactly 1. ഇനി കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ഗെയിൻ എന്നത് എങ്ങനെ നോക്കാം? RF എന്ന് പറയുന്നത് R1ന്റെ മൾട്ടിപ്പിൾസ് ആണ് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ RF ഈക്വൽ ടു 10 R1, then the gain can be -RF/R1 which is equal to -10. That is, the circuit provides a voltage gain of exactly 10 along with a phase change 180° from the input signal. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് -10 വോൾട്ടും ഗെയിന് 20,000 ആണെങ്കിൽ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് സപ്ലൈ അല്ല, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് -V out/AV ആണ്. സോ VI എന്ന് പറയുന്നത് 0.5 മൈക്രോ വോൾട്ട് എന്ന് കിട്ടും, മില്ലി വോൾട്ട്. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ഓവറോൾ ഗെയിന് V out/V1, VI അല്ല, V out/V1 എന്ന ഓവറോൾ ഗെയിന് 1 ആണ് എങ്കിൽ V1ൻ്റെ വാല്യൂ എന്തായിരിക്കും? 10 വോൾട്ട് ആയിരിക്കും അല്ലേ? ഓവറോൾ ഗെയിൻ 1 ആണെങ്കിൽ V out/V1 എന്ന് പറയുന്നത് 1 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? V1 10 ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഇൻപുട്ടിൽ നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജിനെ അപേക്ഷിച്ച് നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ രണ്ട് ടെർമിനലിനും അക്രോസ് ആയിട്ടുള്ള VI എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വാല്യൂ കണ്ടറിയാം, 0.5 മില്ലി വോൾട്ട് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് 0 വോൾട്ട്. അപ്പോൾ ഈ VI എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 വോൾട്ട് ആണ്, പക്ഷേ അത് ഈക്വൽ ടു 0 വോൾട്ട് അല്ല, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 വോൾട്ട്. അപ്പോൾ ഈ ഒരു ഫാക്റ്റ് നമുക്ക് കാണിച്ചു തരുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അറ്റ് ദ ആംപ്ലിഫയർ ഇൻപുട്ട് ദർ എക്സിസ്റ്റ് എ വിർച്വൽ ഷോർട്ട് സർക്യൂട്ട് ഓർ വിർച്വൽ ഗ്രൗണ്ട്. അപ്പോൾ എന്താണ് വിർച്വൽ ഗ്രൗണ്ട്? The concept of a virtual short implies that although the voltage is nearly 0 volt, there is no current through the amplifier input to ground. അപ്പോൾ അതിൻ്റെ VIക്ക് അക്രോസ് ആയിട്ട് ഓൾമോസ്റ്റ് 0 ആണെങ്കിലും നമ്മൾ ഐഡിയലി പറയുകയാണെങ്കിൽ അതിലൂടെ കറണ്ട് ഒന്നും
ഗ്രൗണ്ടിലേക്ക് കടന്നു പോകുന്നില്ല. നമ്മൾ V1 ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിട്ടുള്ളൂ, V2 ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ V1 നിന്ന് ഓപ്പാമ്പിൻ്റെ ഇൻറ്റേർണലി V2 ഗ്രൗണ്ട് ചെയ്ത് പോകുന്നില്ല, കറണ്ട് ഒന്നും തന്നെ ഫ്ലോ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇവിടെ ഒരു വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റിന് ഞാനൊരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ കാണിക്കുന്ന ഇവിടെ ഞാനൊരു ഹെവി ലൈൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വിർച്വൽ ഷോർട്ട് സർക്യൂട്ട് കാണിക്കാനായിട്ട്. അതായത് 0 വോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് എ വിർച്വൽ ഷോർട്ട് സോ ദാറ്റ് നോ കറണ്ട് ഗോസ് ത്രൂ ദ ഷോർട്ട് ടു ഗ്രൗണ്ട്. കറണ്ട് ഗോസ് ഓൺലി ത്രൂ റെസിസ്റ്റേഴ്സ് R1 ആൻഡ് RF. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്, കറണ്ടിൻ്റെ ഡയറക്ഷനും മാർക്ക് ചെയ്തിട്ടുണ്ട്. വിർച്വൽ സർക്യൂട്ട് കുറച്ച് കട്ടിയായിട്ട് ബോൾഡായിട്ടാണ് ഞാൻ ലൈൻ വരച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടി, വിർച്വൽ ഗ്രൗണ്ടിൻ്റെ പ്രോപ്പർട്ടി കറണ്ട് 0 ആണെന്നുള്ളതും കാണിച്ചു. VI എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 വോൾട്ട് ആണെന്നും മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ കറണ്ട് I എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താണ്? V1/R1 which is equal to minus Vout/RF. So Vout/V1 equal to minus RF/R1. ഇത് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയ ഗെയിനിൻ്റെ ഇക്വേഷൻ. വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗെയിനെയാണ്, AV നമ്മൾ പറഞ്ഞു, ഐഡിയലി വെരി ഇൻഫിനിറ്റ് ഗെയിനാണ് പറഞ്ഞത്. അപ്പോൾ AV വെരി ലാർജ് ആണ് എങ്കിൽ ഇറ്റ് അലൗസ് എ സിമ്പിൾ സൊല്യൂഷൻ ടു ഡിറ്റർമൈൻ ദ ഓവറോൾ വോൾട്ടേജ് ഗെയിൻ. ഇങ്ങനെയൊരു വിർച്വൽ ഗ്രൗണ്ട് റിയലായിട്ടില്ല എങ്കിൽ കൂടിയും നമുക്ക് ഓവറോൾ വോൾട്ടേജ് ഗെയിൻ മെഷർ ചെയ്യാനായിട്ട് വിർച്വൽ ഗ്രൗണ്ട് എപ്പോഴും നമുക്ക് ഹെൽപ്പിംഗ് ആണ്.